വെനസ്വേലയുടെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയുടെ വമ്പൻ കപ്പൽ പിടിച്ചെടുത്തതെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന പുതിയ ആഡംബര വിസ പരിപാടിയിലെയാണ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ. എന്നാൽ ഈ എണ്ണക്കപ്പൽ ആരുടേതാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. കപ്പലിലെ എണ്ണയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് തങ്ങൾ സൂക്ഷിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വെനസ്വേലയിൽ നിന്നും ഇറാനിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരുന്ന എണ്ണക്കപ്പൽ പിടിച്ചെടുത്തെന്ന് അറ്റോർണി ജനറൽ പമേല ബോണ്ടി പറഞ്ഞു. പിടിച്ചെടുത്ത കപ്പലിന്റെ വീഡിയോയും എക്സിൽ പങ്കുവച്ചു. യുദ്ധവകുപ്പിൽ നിന്നുള്ള പിന്തുണ പ്രകാരം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ, അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് എന്നിവർ ചേർന്ന് വെനസ്വേലയുടെ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയ കപ്പൽ പിടിച്ചെടുത്തു എന്ന കുറിപ്പോടെയാണ് പമേല ബോണ്ടി വീഡിയോ പങ്കുവച്ചത്. അമേരിക്കൻ സൈനികർ ഹെലികോപ്റ്ററിൽ നിന്ന് കപ്പലിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പമേല ബോണ്ടി പുറത്തുവിട്ടത്. കപ്പൽ കണ്ടുകെട്ടുമെന്ന വാറന്റ് പുറപ്പെടുവിച്ചിരുന്നുവെന്നാണ് FBI വ്യക്തമാക്കുന്നത്. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നുവെന്ന് കണ്ടെത്തിയതിനാൽ നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നെന്ന് FBI പറയുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വമ്പൻ ക്രൂഡ് കാരിയർ അഥവാ VLCC ഗണത്തിൽപ്പെടുന്ന കപ്പലാണ് അമേരിക്ക പിടിച്ചെടുത്തതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഈ കപ്പൽ ക്യൂബയിലേക്ക് പോകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. വർഷം ശരാശരി 7.49 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് വെനസ്വേല കയറ്റുമതി ചെയ്യുന്നത്.